പാമ്പുകളെ പിടികൂടി. വള്ളികുന്നം തെക്കേമുറിയിലാണ് അണലി ഇനത്തിൽപ്പെട്ട പാമ്പുകളെ പിടികൂടിയത്. വള്ളികുന്നത്തു നിന്നുമാണ് അണലി ഇനത്തിൽപ്പെട്ട 2 പാമ്പുകളെ പിടികൂടിയത്. തെക്കേമുറി സതിഭവനത്തിൽ രവീന്ദ്രന്റെ വീടിന് സമീപത്തായിട്ടാണ് പാമ്പുകളെ കണ്ടത്. ഉടൻ തന്നെ ഇത് പഞ്ചായത്ത് അംഗങ്ങളെ നാട്ടുകാർ അറിയിച്ചു. ഇവർ പാമ്പ് പിടുത്തക്കാരെ വിവരം അറിയിക്കുകയും ചെയ്തു. നമ്മുടെ നമ്മൾ സാധാരണ മനുഷ്യരാണ്. നമുക്ക് ഈ പാമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയമാണ്. കുഞ്ഞുങ്ങളുണ്ട്. സാറ് പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് പറഞ്ഞു, കുഞ്ഞുങ്ങൾ അങ്ങോട്ട് വിടരുത്. പിന്നെ ഈ സമയം, ഈ ടൈം ഒരു മേറ്റിംഗ് ടൈമാണ്. അഗ്രസീവായിട്ടുള്ള പാമ്പുകളായിരിക്കും ഈ സമയത്ത് മേറ്റിംഗ് ടൈമിലുള്ളത്. കുഞ്ഞുങ്ങളെ വിടരുത്. അതും പ്രത്യേകിച്ച് അണലി ആകുമ്പോൾ അതിൻ്റെ ഗൗരവം കൂടുതലാണ്. ആ സാറ് കൃത്യസമയത്ത് തന്നെ അരൂരിൽ നിന്ന് യാത്ര ചെയ്ത്, സാർ ഹരിപ്പാട് സ്വദേശിയാണ്. സാറ് ഹരിപ്പാട്ട് സ്വന്തം വീട്ടിൽ കയറാതെ നേരിട്ട് തന്നെ ഈ പ്രദേശത്തേക്ക് വന്നു നമ്മുടെ ആശങ്ക അകറ്റിയിരിക്കുകയാണ്. ആ പാമ്പിനെ കൃത്യമായി ശാസ്ത്രീയമായി, സാറിന് ലൈസൻസ് ഒക്കെ ഉള്ള, ഉത്തരവാദിത്വ ബോധമുള്ള, ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ്. തുടർന്ന് റെസ്ക്യൂ അംഗം ചാർലി വർഗീസ് സ്ഥലത്തെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ വനംവകുപ്പിന് കൈമാറുകയും ചെയ്തു. സന്നദ്ധ പ്രവർത്തകരായ റെസ്ക്യൂവേഴ്സ് ഉണ്ട്. അതായത് സാധാരണപ്പെട്ട ജനങ്ങളിൽ നിന്ന് ജനത്തിനും ഇവയ്ക്കും ഒരു സംരക്ഷണം ഉണ്ടാകേണ്ടതിന് ഉള്ള ഒരു സംവിധാനമാണ് സർപ്പ സംവിധാനം എന്നത്. സ്നേക്ക് അവയർനെസ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്നുള്ളതാണ്. അത് സർപ്പം എന്നുള്ള വാക്കിന്റെ അതല്ല. അതിലെ ഒരു അംഗമാണ് ഞാൻ. ഞങ്ങളുടെ എല്ലാവരുടെയും ജോലി എന്ന് പറഞ്ഞാൽ പാമ്പ് പിടുത്തമല്ല, റെസ്ക്യൂവേഴ്സ് ആണ്. അഥവാ റെസ്ക്യൂവർ എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകർ എന്നുള്ളതാണ്. മനുഷ്യരും ഈ ജീവജാലങ്ങളും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും. പ്രത്യേകിച്ച് ഇത് ഷെഡ്യൂളിൽ പെട്ടതാണ്. ഷെഡ്യൂൾ 1 വയലേഷൻ എന്ന് പറഞ്ഞാൽ ഉരകങ്ങളെ ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 2 പെടുത്തിയിട്ടുണ്ട്. ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത് അതിന്റെ വയലേഷൻ. ഇപ്പൊ നെറ്റിൽ കുരുങ്ങിപ്പോയി, അതിനെ കട്ട് ചെയ്ത് വിടുക എന്ന് പറഞ്ഞാൽ പോലും അത് വയലേഷനാണ്, നിയമം ലംഘിക്കുകയാണ്. 4 വർഷം മുതൽ 7 വർഷം വരെ അകത്തില്ല. അങ്ങനെ ഒരു വീഡിയോയോ ഫോട്ടോസോ പ്രചരിച്ചില്ല. രണ്ടാമത്തെ കാര്യം, ഷെഡ്യൂൾ 2 ഉരകങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ കാണാൻ പറ്റും. റസൽസ് വൂൾഫ് സ്നേക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും. തവിടൻ വെള്ളിവര എന്ന് പറയും. നിർഭാഗ്യവശാൽ മലയാളികൾ എല്ലാത്തിനും പേരിടാൻ ഭാഗ്യവാൻ മിടുക്കന്മാരാണ്. അതുകൊണ്ട് ഓരച്ചുരുട്ട, വാരിച്ചുരുട്ട, വാരിമൂക്കൻ എന്നൊക്കെ പറയും. പണ്ട് നമ്മുടെ ഈ ഓലഷെട്ടിലൊക്കെ നമ്മൾ താമസിച്ചിരുന്ന സമയത്ത് അങ്ങനെ നമ്മളങ്ങ് പേരിട്ടതാ. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം.